ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു അപേക്ഷ ലോക്കൽ ബോഡികളിലേക്ക് ILGMS വഴി ലോക്കൽ ബോഡിയിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. അത് പഞ്ചായത്തിന്റെ അപേക്ഷയാവാം, മുനിസിപ്പാലിറ്റിയുടെ ആവാം, കോർപ്പറേഷന്റെ ആവാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അപേക്ഷ നമ്മൾ ആ ഒരു ലോക്കൽ ബോഡിയിലേക്ക് സമർപ്പിച്ചു. പക്ഷെ പരിശോധനകൾക്ക് ശേഷം ആ ഒരു പ്രസ്തുത ലോക്കൽ ബോഡി അപേക്ഷ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് തന്നെ തിരികെ അയക്കുകയാണ്. ഈ ഒരു അപേക്ഷ അപൂർണമാണ്, അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തെറ്റുള്ള കാര്യങ്ങളൊക്കെ തിരുത്തി അയക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് തിരികെ അയക്കുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, എന്താണ് റീസൺ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ILGMSന്റെ വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആദ്യം തന്നെ പ്രവേശിക്കുക. ഇവിടെ നമ്മൾ ഏത് ID ഉപയോഗിച്ചിട്ടാണോ ഈ ഒരു അപേക്ഷ കൊടുത്തത് ആ ഒരു ID തന്നെയായിരിക്കണം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ അപേക്ഷ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഇടതുഭാഗത്ത് ഈ ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് തിരുത്തൽ ആവശ്യമായ ആപ്ലിക്കേഷനുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ടാവും. അപ്രൂവലിന്റെ ഭാഗത്ത് അപ്രൂവൽ പെൻഡിങ് ഓപ്ഷൻ ഒക്കെ കാണിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇനി നമ്മൾ ഇതിന്റെ തെറ്റെന്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് വീണ്ടും 3 ഡോട്ട് ഭാഗത്തേക്ക് വരിക. ഇൻബോക്സ് ഭാഗത്ത് വന്നിട്ട് അപാകത പരിഹരിക്കുന്നതിനുള്ള അറിയിപ്പുകൾ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫയലിൽ എന്താണ് റീസൺ എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് റീസൺ എന്താണ് എന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇത് ആക്ച്വലി ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി കൊടുത്ത ഒരു ഫയലാണ്, അത് തിരികെ വന്നതാണ്. അപ്പൊ ഇത് എന്താണ് റീസൺ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു റീസൺ എന്താണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളിവിടെ ഈ ഫയലിൽ തിരുത്തൽ ആവശ്യമായ ആപ്ലിക്കേഷനുകൾ ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ നമ്പറിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഫയൽ നമ്പർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഈ ഇടതു ഭാഗത്ത് കുറെ ഓപ്ഷനുകൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡീറ്റെയിലുകൾ കാണിക്കും. അതിൽ എന്താണ് നമ്മുടെ അവര് തിരുത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യം കൃത്യമായിട്ട് തിരുത്തി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് റീസബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു അപേക്ഷ നമ്മൾ റീസബ്മിറ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ലോക്കൽ ബോഡിയിലേക്ക് തന്നെ വിടുന്നത്.